ക്രിസ്ത്യാനോ റൊണാൾഡോയെ കുറിച്ചൊരു കാര്യം പറയട്ടെ. ഇപ്പോൾ ബ്രസീലിനെ കുറിച്ച് പറഞ്ഞപ്പോൾ, മെസ്സിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ നമുക്കൊക്കെ ഒരുപാട് റെക്കോർഡുകളും ചരിത്രങ്ങളും ഒക്കെ പറയാനുണ്ട്. പക്ഷേ റൊണാൾഡോ എന്നും, ഞാനൊരു മെസ്സി ആരാധകനാണെങ്കിൽ പോലും റൊണാൾഡോ എന്ന് പറയുന്ന പ്ലെയറിനെക്കാളും ഉപരിയായിട്ട് റൊണാൾഡോ എന്ന് പറയുന്ന മനുഷ്യനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം എല്ലാവർക്കും എത്തിപ്പെടാനും അല്ലെങ്കിൽ നേടിയെടുക്കാനും പറ്റുന്ന കാര്യമൊന്നുമല്ല. പക്ഷേ റൊണാൾഡോ ഇന്നും കാണിച്ചു തരുന്നൊരു എക്സാമ്പിൾ ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു അവസരമുണ്ടെങ്കിൽ, അത് നേടിയെടുക്കാൻ പറ്റുന്നതാണെന്നുണ്ടെങ്കിൽ, അതവിടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ശ്രമിച്ചു നോക്കുക. തോറ്റുപോണേ പോട്ടെ, പക്ഷെ ശ്രമിച്ചു നോക്കുക. അല്ലാതെ അയ്യോ എനിക്ക് കിട്ടിയില്ലേ എന്ന് പറഞ്ഞ് കരയല്ല. ശ്രമിച്ചു തോറ്റാൽ തോൽക്കട്ടെ എന്ന് പറഞ്ഞ് ശ്രമിക്കുന്നവൻ്റെ മനസ്സാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ എന്നുള്ളത്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ വേൾഡ് കപ്പ് എത്തുമ്പോഴേക്കും വീണ്ടും പലരും പുള്ളിക്കാരനെ പല രീതിയിലും പുച്ഛിക്കുന്നുണ്ട്. പക്ഷേ ഈ 40 വയസ്സും കഴിഞ്ഞ് അവൻ വീണ്ടും ഈ വേൾഡ് കപ്പിലേക്ക്, അതായത് നമുക്ക് പറയാൻ എന്താ ഉള്ളത്, ഒരു റെക്കോർഡുകളും ഇല്ലെങ്കിലും 6 വേൾഡ് കപ്പ് കളിച്ചു എന്ന് മാത്രം പറയാമെന്ന് പറഞ്ഞു. പക്ഷേ ഈ 6 വേൾഡ് കപ്പും അയാൾക്ക് കളിക്കേണ്ട ആവശ്യം പോലുമില്ല. അയാൾക്കിന്ന് ഫുട്ബോൾ കളിച്ച് പൈസ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. അയാൾക്കിന്ന് ഈ പറയുന്ന പോലെ എന്താണ് പുള്ളിക്ക് എന്താണ് ഇല്ലാത്തത്? എല്ലാം ഉണ്ട്. എന്നിട്ടും ഈ പറയുന്നത് പോലെ തന്നെ എല്ലാ മീഡിയകളും വിമർശിച്ചാലും അയാൾ വീണ്ടും ബൂട്ട് കെട്ടി 2026 വേൾഡ് കപ്പിലേക്ക് വരുന്നത് അതവിടെ ഉണ്ട്. പുള്ളി എത്രയൊക്കെ ആ പറയുന്ന പോലെ തന്നെ വേൾഡ് കപ്പ് തനിക്ക് വലിയ ഡ്രീമൊന്നുമല്ല, അല്ലെങ്കിൽ 5-6 മത്സരങ്ങളല്ല പുള്ളിക്കാരൻ്റെ കരിയർ ഡിസൈഡ് ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞാലും ഉള്ളിൻ്റെ ഉള്ളിൽ പുള്ളി അതൊരുപാട് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. ആൻഡ് 2026 എന്ന് പറയുന്നൊരു വർഷം റൊണാൾഡോയ്ക്ക് മാത്രമല്ല കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ പോർച്ചുഗൽ ഫാൻസിനും റൊണാൾഡോ ഫാൻസിനും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണെന്നുള്ളതാണ്. ഈ വേൾഡ് കപ്പ് അയാൾ ജയിക്കാൻ അവർ അത്രമേൽ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതിന് പല കാരണങ്ങളുണ്ട്. ആൻഡ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ലോകത്തെന്നും ഒരു ഫൈറ്റർ പരിവേഷമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ തോറ്റു കൊടുക്കാൻ മനസ്സില്ലാത്തവൻ തന്നെയാണ് റൊണാൾഡോ. അതുകൊണ്ട് എനിക്ക് എപ്പോഴും റൊണാൾഡോ വേൾഡ് കപ്പിലേക്ക് വരുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്നൊരു ഡയലോഗ് എന്ന് പറയുന്നത് നമ്മുടെ മാലിക്കിലെ ഡയലോഗാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ഉണ്ടാക്കിയ മണ്ണാണത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, അർജൻറ്റീനയ്ക്ക് പറയാൻ ഒരുപാട് ചരിത്രങ്ങളുണ്ട്, ബ്രസീലിന് പറയാൻ ഒരുപാട് ചരിത്രമുണ്ട്, ഈ പറയുന്ന പോലെ മറ്റ് ജർമ്മനി, അങ്ങനെ ഏത് ടീമിനെടുത്താലും, ഫ്രാൻസ് ആയിക്കോട്ടെ, എല്ലാവർക്കും പറയാൻ പല ചരിത്രങ്ങളുമുണ്ട്. ഈ പറയുന്ന പോലെ പോർച്ചുഗലിന് പറയാനുള്ള ഒരേ ഒരു ചരിത്രം എന്ന് പറയുന്നത് അത് റൊണാൾഡോ തന്നെയാണ് എന്നുള്ളതാണ്. സോ വിമർശിച്ചോളൂ, പക്ഷേ അവസരങ്ങളുണ്ടെങ്കിൽ അവൻ അതിനുവേണ്ടി പോരാടുക തന്നെ ചെയ്യും. കാത്തിരിക്കുക. 2026 വേൾഡ് കപ്പ് അവസാനിക്കുന്നവരേക്കും അത്ഭുതങ്ങൾ ഉണ്ടാവട്ടെ.